ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 2023 ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് PSC ബുള്ളറ്റിൻ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വിടുകയാണ്. സോ അത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകൾ സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ 2023 ഡിസംബർ വരെയുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം സെലക്റ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ സ്പെഷ്യലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ എന്ത് തന്നെ ആയാലും നമ്മൾ പൂർണ്ണമായിട്ടൊന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ് എന്ന ഒരു കാര്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പൂർണ്ണമായിട്ട് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ ഓഡിയോ കേൾക്കാൻ കഴിയുന്നവർ അങ്ങനെ കേട്ട് തീർക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ച അമേരിക്കൻ എഴുത്തുകാരനായ കോർമാക് മക്കാർത്തി അന്തരിച്ചു. ദ റോഡ്, നോ കൺട്രി ഫോർ ഓൾഡ് മാൻ എന്നിവയാണ് പ്രശസ്ത കൃതികൾ. സംസ്കാര സാഹിതി സംസ്ഥാന കമ്മിറ്റിയുടെ പ്രഥമ ടാഗോർ പുരസ്കാരം, അപ്പോൾ ആദ്യമായിട്ട് കിട്ടുന്ന ടാഗോർ പുരസ്കാരമാണ് ടി പത്മനാഭൻ. അപ്പോൾ അവിടുത്തെ ടി എന്നുള്ളത് ടാഗോർ എന്ന് ഓർക്കുക അല്ലേ, ടി ടാഗോർ ഇമ്പോർട്ടൻ്റ് ആണ്. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ബാറ്റർമാരുടെ പട്ടികയിൽ ആദ്യ 3 സ്ഥാനവും ഓസ്ട്രേലിയൻ താരങ്ങൾക്ക് മാർനസ് ലബുഷെയ്ൻ, സ്റ്റീവ് സ്മിത്ത്, ട്രാവിസ് ഹെഡ് എന്നിവരാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ. 39 വർഷങ്ങൾക്ക് ശേഷം ഒരു രാജ്യത്തെ 3 പേർ ആദ്യ സ്ഥാനങ്ങളിൽ എത്തുന്നത് ഇപ്പോഴാണ് കേട്ടോ. 1984 വെസ്റ്റ് ഇൻഡീസ് താരങ്ങളായിരുന്നു ഇതുപോലെ തുടക്ക 3 സ്ഥാനങ്ങളിൽ എത്തിയിരുന്നത്. ശനിയുടെ ഉപഗ്രഹമായ എൻസിലാൻഡസിൽ ജീവന്റെ അടിസ്ഥാന നിർമ്മാണ മൂലകങ്ങളിലൊന്നായ ഫോസ്ഫറസിന്റെ സാന്നിധ്യം അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസ കണ്ടെത്തി. ഇമ്പോർട്ടൻ്റ് ആണ്. ശനിയുടെ ഉപഗ്രഹമായ ഏതിലാണ്? എൻസിലാഡസിലാണ് കണ്ടെത്തിയത്. ഏത് കണമാണ്? ഫോസ്ഫറസ്. അപ്പോൾ ശനിയുടെ ഉപഗ്രഹമായ എൻസിലാഡസിൽ ഫോസ്ഫറസ് കണ്ടെത്തി, നാസയാണ് കണ്ടെത്തിയത്. ഇന്റർനാഷണൽ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷൻ നൽകുന്ന പരമോന്നത ബഹുമതിയായ ഹാൾ ഓഫ് ഫെയിമിന് അർജുന അവാർഡ് ജേതാവും മലയാളിയുമായ PJ ജോസഫ് അർഹനായി. അപ്പോൾ ഒരു മലയാളിക്ക് കിട്ടിയ അംഗീകാരമാണ്. ഇന്റർനാഷണൽ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷൻ നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ഹാൾ ഓഫ് ഫെയിം. ഇത് കിട്ടിയിരിക്കുന്നത് അർജുന അവാർഡ് ജേതാവും മലയാളിയുമായിട്ടുള്ള PJ ജോസഫ്. ബ്രിട്ടീഷ് നടിയും രാഷ്ട്രീയ പ്രവർത്തകയുമായ ക്ലെൻഡ ജാക്സൺ അന്തരിച്ചു. വിമൺ ഇൻ ലവ്, ടച്ച് ഓഫ് ക്ലാസ് എന്നിവയാണ് പ്രശസ്തമായിട്ടുള്ള സിനിമകൾ. അവകൾക്ക് ഓസ്കാർ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. മൂലകോശങ്ങൾ ഉപയോഗിച്ച് ലോകത്തെ ആദ്യ കൃത്രിമ മനുഷ്യഭ്രൂണം വികസിപ്പിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തെ ആദ്യ കൃത്രിമ മനുഷ്യഭ്രൂണം മൂലകോശങ്ങൾ ഉപയോഗിച്ച് വികസിപ്പിച്ചു. അപ്പോൾ ബയോളജിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു കറണ്ട് അഫെയർ ആണ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെയും സഹായത്തോടെ പ്രൊഫസർ മഗ്ദലേന സെർണിക്ക ഗോയിറ്റസ് ആണ് ഗവേഷണത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ മഗ്ദലേന സെർണിക്ക ഗോയിറ്റസ് ആണ് ഗവേഷണത്തിന് നേതൃത്വം നൽകിയത്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി ചെയർമാനും ബംഗാളി സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായിട്ടുള്ള ഗൗതം ഘോഷിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ 2023 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി ചെയർമാൻ ഗൗതം ഘോഷ്. അരുന്ധതി റോയുടെ ആസാദി എന്ന ലേഖന സമാഹരണത്തിന് ഫ്രഞ്ച് പരിഭാഷയ്ക്ക് ചാൾസ് വെയ്ലൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ യൂറോപ്യൻ ലേഖന പുരസ്കാരം. അപ്പോൾ യൂറോപ്യൻ ലേഖന പുരസ്കാരം കിട്ടിയത് നമ്മുടെ അരുന്ധതി റോയുടെ ആസാദി എന്ന ലേഖന സമാഹരണത്തിനാണ്. ഇതും ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് ഇന്ത്യ, ഗ്രേറ്റ് മാനേജേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ ചേർന്ന് തയ്യാറാക്കിയ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കമ്പനി മേധാവികളുടെ പട്ടികയിൽ മലയാളികളായ ചെറിയാൻ M ജോർജ്, ഹാരിസൺ മലയാളം, ഡെയ്സി ചിറ്റിലപ്പള്ളി, ഡിസ്കോ സിസ്റ്റംസ് ഇന്ത്യ എന്നിവർ ഇടം പിടിച്ചു. ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പ് ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക്. ഫൈനലിൽ ലെബനനെയാണ് കീഴടക്കിയത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ത്രീകളുടെ രാജ്യങ്ങളുടെ പട്ടികയിൽ ലാത്വിയ 1-ാം സ്ഥാനത്ത്. ഗോട്ടിമാലയാണ് ഉയരം കുറഞ്ഞ സ്ത്രീകളുടെ രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാമത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പിന്തുണയുള്ള അവർ വേൾഡ് ഇൻ ഡാറ്റ പട്ടികയാണ് ഇത് പുറത്തുവിട്ടത്. ഈ നൂറ്റാണ്ടിലെ റൺ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഏറ്റവും വലിയ ടെസ്റ്റ് ക്രിക്കറ്റ് വിജയം സ്വന്തമാക്കിയത് ബംഗ്ലാദേശാണ്. അഫ്ഗാനിസ്ഥാനെതിരെ 546 റൺസാണ് അവർ നേടിയത്. ആകെ മത്സരങ്ങളിൽ റൺ അടിസ്ഥാനമാക്കി 3ാമത് വലിയ വിജയമാണിത്. മുൻപ് ഇംഗ്ലണ്ട് 675 റൺസ്,
ഓസ്ട്രേലിയ 562 റൺസ്. ഇതൊക്കെയായിരുന്നു ആദ്യ സ്ഥാനം. ദെൻ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റിൻ്റെ അന്താരാഷ്ട്ര പ്രസ് ഫ്രീഡം പുരസ്കാരം ഔട്ട്ലുക്ക് മാഗസിൻ സീനിയർ എഡിറ്ററായ KK ഷാഹിനയ്ക്ക്. അപ്പോൾ അന്താരാഷ്ട്ര പ്രസ് ഫ്രീഡം പുരസ്കാരം കിട്ടിയിരിക്കുന്നത് KK ഷാഹിന, ഔട്ട്ലുക്ക് മാഗസിൻ്റെ സീനിയർ എഡിറ്ററാണ്. ദെൻ UN ഉപദേശക സമിതിയായ വേൾഡ് ഫെഡറേഷൻ ഓഫ് യുണൈറ്റഡ് നേഷൻസ് അസോസിയേഷൻ അഥവാ WFUA വൈസ് ചെയർമാനായി ഇന്ത്യക്കാരനായ സുരേഷ് ശ്രീവാസ്തവ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ WFUAയുടെ ഇന്ത്യക്കാരനായിട്ടുള്ള വൈസ് ചെയർമാൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സുരേഷ് ശ്രീവാസ്തവയാണ്. ദെൻ ഇവിടെ ഉള്ളത് കൂടെ നോക്കിക്കോ. ക്രൊയേഷ്യ ആസ്ഥാനമായുള്ള ടേസ്റ്റ് അറ്റ്ലസിൻ്റെ ലോകത്തെ ഏറ്റവും മികച്ച 150 റെസ്റ്റോറൻറ്റുകളുടെയും ഭക്ഷ്യ വിഭവങ്ങളുടെയും റാങ്കിങ്ങിൽ കോഴിക്കോട് പാരഗൺ ഹോട്ടലിന് 11ാം സ്ഥാനം. 11ാം സ്ഥാനമാണ് കേട്ടോ കോഴിക്കോട് പാരഗൺ ഹോട്ടൽ. പാരഗണിൻ്റെ ബിരിയാണിയാണ് ലോകരുചി പട്ടികയിൽ ഇടം നേടിയത്. ഇന്ത്യൻ ഗോൾഫ് താരം ദിഷ ധകറിന് ചെക്ക് ലേഡീസ് ഓപ്പണിൽ പുരസ്കാരം. ഇന്ത്യൻ ഗോൾഫ് താരം ദിക്ഷ ധകർ വ്യാഴത്തിനും ചൊവ്വയ്ക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ചിഹ്നഗ്രഹ മേഖലയിൽപ്പെട്ട 33928 എന്ന നമ്പറുള്ള ചിഹ്നഗ്രഹത്തിന് പാരീസ് ഒബ്സർവേറ്ററി ഉൽക്കാപഠന സംഘത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞനും മലയാളിയുമായ ഡോക്ടർ അശ്വിൻ ശേഖറിൻ്റെ പേര് നൽകി. അപ്പോൾ ഡോക്ടർ അശ്വിൻ ശേഖറിൻ്റെ പേര് നൽകിയ ചിഹ്നഗ്രഹമാണ് 33928. രാജ്യാന്തര ജ്യോതിശാസ്ത്ര സംഘടനയാണ് പേര് നൽകിയത്. അപ്പോൾ ഒരു മലയാളിയുടെ പേരായതുകൊണ്ട് ഓർക്കുക, അശ്വിൻ ശേഖർ. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ശങ്കർ മഹാദേവന് ബ്രിട്ടനിലെ ബർമിംഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചു. രസതന്ത്ര നൊബേൽ ജേതാവും ലിത്തിയം അയോൺ ബാറ്ററിയുടെ സൃഷ്ടാവുമായിട്ടുള്ള ജോൺ ഗുഡിനഫ് അന്തരിച്ചു. 100 വയസ്സിലാണ് അന്തരിക്കുന്നത് കേട്ടോ. രസതന്ത്ര നൊബേൽ ജേതാവാണ്. ലിത്തിയം അയോൺ ബാറ്ററി നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കും. ലിത്തിയം അയോൺ ബാറ്ററി അതിൻ്റെ സൃഷ്ടാവാണ്. കെമിസ്ട്രിയിലും ഫിസിക്സിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ദെൻ ആദായ നികുതി അപ്പലൈറ്റ് ട്രിബ്യൂണൽ ITAT വൈസ് പ്രസിഡൻ്റായി മലയാളിയായിട്ടുള്ള ജോർജ് കെല്ലംകുളം നിയമിതനായി. ITATയുടെ നിലവിലെ വൈസ് പ്രസിഡന്റ് മലയാളിയാണ് ജോർജ്. കേരളത്തിലും വിദേശത്തും സംരംഭം തുടങ്ങാൻ പ്രവാസികളെ സഹായിക്കുന്ന സംസ്ഥാന സ്റ്റാർട്ടപ്പ് മിഷന്റെ ആദ്യ ഇൻഫിനിറ്റ് സെന്റർ ദുബായിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാന സ്റ്റാർട്ടപ്പ് മിഷന്റെ ആദ്യത്തെ ഇൻഫിനിറ്റ് സെന്റർ ദുബായിലാണ്. ഇന്ത്യൻ താരങ്ങളായ സ്വാതിക് സായിരാജ്, റാങ്ക് റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യത്തിന് ലോക ബാഡ്മിൻ്റൺ ഡബിൾസ് റാങ്കിങ്ങിൽ 3ാം സ്ഥാനം. ഇന്തോനേഷ്യ ഓപ്പണിൽ ഡബിൾസ് കിരീടം നേടിയതോടെ ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ സൂപ്പർ 1000 സീരീസ് ടൂർണമെൻറ്റ് ജയിക്കുന്ന ആദ്യ ഇന്ത്യൻ സഖ്യമെന്ന നേട്ടവും ഇവർ സ്വന്തമാക്കി. ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് അമേരിക്കൻ സാഹിത്യകാരൻ സൽമാൻ റുഷ്ദിക്ക് ജർമ്മൻ ബുക്ക് ട്രേഡിൻ്റെ സമാധാന പുരസ്കാരം. അപ്പോൾ ജർമ്മൻ ബുക്ക് ട്രേഡിൻ്റെ സമാധാന പുരസ്കാരം ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് അമേരിക്കൻ സാഹിത്യകാരൻ സൽമാൻ റുഷ്ദിക്ക്. മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ MA കുട്ടപ്പൻ അന്തരിച്ചു. ന്യൂഡൽഹിയിലെ നെഹ്റു സ്മാരക മ്യൂസിയം ലൈബ്രറിയുടെ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ സ്വാമിനാഥൻ ജാനകിരാമനെ നിയമിച്ചു. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറാണ് സ്വാമിനാഥൻ ജാനകിരാമൻ കേട്ടോ, ജാനകിരാമൻ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ബാഹ്യാകാശ ഓഫീസ് UN ഓഫീസ് ഫോർ ഔട്ടർ സ്പേസ് അഫയേഴ്സ് ഡയറക്ടറായി ഇന്ത്യൻ വംശജ ഹൊല്ല മെയ്നിയെ നിയമിച്ചു. അപ്പോൾ UNൻ്റെ ഔട്ടർ സ്പേസ് അഫയേഴ്സിൻ്റെ ഓഫീസ് ഡയറക്ടർ ഒരു ഇന്ത്യൻ വംശജയാണ്, ഹൊല്ല മൊയ്നി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്വീപ്പ് ഐക്കൺ ഓഫ് കേരളയായി ഗോപിനാഥ് മുതുകാടിനെ നിയമിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്വീപ്പ് ഐക്കൺ ഓഫ് കേരള ഗോപിനാഥ് മുതികാട്. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറി ആയിട്ട്
ഡോക്ടർ വി വേണുവിനെയും സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് ഷെയ്ഖ് ദർവേഷ് സാഹിബിനെയും നിയമിച്ചു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു ചോദ്യമാണ്. ഇപ്പോൾ സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു. ഡോക്ടർ വി വേണു. അപ്പോൾ ചീഫ് സെക്രട്ടറി വി ഫോർ വിക്ടറി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ചീഫ് സെക്രട്ടറി. അപ്പോൾ വി വേണു. ഇനി സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ്. സാമൂഹിക വിദ്യാഭ്യാസ പരിഷ്കർത്താവും മുൻ വിദ്യാഭ്യാസ ഡയറക്ടറുമായ ചിത്രൻ നമ്പൂതിരിപ്പാട് അന്തരിച്ചു. ആഗോള ബാങ്കിംഗ് ടെക്നോളജി കമ്പനിയായ സാഫിന് മൈക്രോസോഫ്റ്റിൻ്റെ ഫിനാൻഷ്യൽ സർവീസസ് പാർട്ട്നേഴ്സ് പുരസ്കാരം. അപ്പോൾ ബാങ്കിംഗ് ടെക്നോളജി ആയിട്ടുള്ള സാഫിന് മൈക്രോസോഫ്റ്റിൻ്റെ ഫിനാൻഷ്യൽ സർവീസസ് പാർട്ട്ണർ പുരസ്കാരം. രാജ്യത്തെ കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ് പരിശീലന സ്ഥാപനമായ നാഷണൽ അക്കാദമി ഓഫ് കസ്റ്റംസ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് നാർക്കോട്ടിക്സ് ഡയറക്ടർ ജനറലായിട്ട് ഒരു മലയാളിയാണ് നിയമിതനായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ കെ എൻ രാഘവൻ. നാലാമത്തെ ചിന്ത രവീന്ദ്രൻ പുരസ്കാരം മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായിട്ടുള്ള പി സായിനാഥന് സമ്മാനിക്കും. ആഗോള ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെ റാങ്കിങ്ങിൽ ഇന്ത്യക്ക് 100ാം സ്ഥാനം. മലയാളിയായ സമുദ്രശാസ്ത്രജ്ഞ ഡോക്ടർ ശുഭ സത്യേന്ദ്രനാഥിന് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ പ്രത്യേക സിവിലിയൻ പുരസ്കാരം മെമ്പർ ഓഫ് ദി ഓർഡർ ഓഫ് ദ ബ്രിട്ടൻ എംപയർ പുരസ്കാരം. ബ്രിട്ടനിലെ ലീഡ്സ് യൂണിവേഴ്സിറ്റി പ്രൊഫസറും മലയാളിയുമായ PA മുഹമ്മദ് ബഷീറിന് ബ്രിട്ടീഷ് രാജാവിൻ്റെ കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ പുരസ്കാരവും ലഭിച്ചു. ഗോവയിൽ നടക്കുന്ന 37ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം മൊഗ എന്ന കാട്ടുപോത്ത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഗോവയിൽ വെച്ച് നടക്കുന്ന 37ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം മൊഗ. അപ്പോൾ അവിടെ ഒരു ഗോവയുടെ ഗ കിടപ്പുണ്ടല്ലോ, മൊഗ. കാട്ടുപോത്ത്. വേൾഡ് എക്കണോമിക് ഫോറം പുറത്തിറക്കിയ ആഗോള ലിംഗസമത്വ സൂചികയിൽ തുടർച്ചയായി 14ാം വർഷവും ഐസ്ലാൻഡ് 1ാം സ്ഥാനത്ത്. ഇന്ത്യക്ക് 127ാം സ്ഥാനം. അമൂൽ പരസ്യങ്ങളുടെ പ്രതീകമായ അമൂൽ ഗേളിൻ്റെ സൃഷ്ടാവും പരസ്യമേഖലയിലെ പ്രമുഖനുമായിട്ടുള്ള സിൽവസ്റ്റർ ഡാഗുന അന്തരിച്ചു. അമൂൽ പരസ്യത്തിലെ അമൂൽ ഗേളിനെയൊക്കെ ഓർമ്മയുണ്ടാവും അല്ലേ? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം പ്രിയ ASന്. പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. ഇമ്പോർട്ടൻ്റ് ആണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. അപ്പോൾ കുട്ടികൾക്ക് പെരുമഴയത്ത് കളിക്കാൻ വളരെ പ്രിയമാണെന്ന് ഓർക്കുക. കുട്ടികൾക്ക് പെരുമഴയത്ത് കളിക്കാൻ വളരെ പ്രിയമാണ്. അപ്പോൾ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. ദെൻ യുവ പുരസ്കാരത്തിന് ഗണേഷ് പട്ടത്തൂരം അർഹനായി. അച്ഛൻ്റെ അലമാര എന്നാണ് പേര്. അച്ഛൻ്റെ അലമാര എന്ന കവിതാ സമാഹാരം. ഇത് നോവലാണ്. പെരുമഴയത്തെ കുഞ്ഞിതളുകൾ നോവലാണ്. അച്ഛൻ്റെ അലമാര കവിതാ സമാഹാരമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും പഠിക്കുക. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ പരീക്ഷണ വിക്ഷേപണം ആഗസ്റ്റിൽ നടക്കും. ഇതൊക്കെ നടന്നു കഴിഞ്ഞ കാര്യമാണ് അല്ലേ? യൂണിയൻ ബാങ്കിൻ്റെ കേരളം ഉൾപ്പെടുന്ന മാംഗ്ലൂരു സോൺ മേധാവിയായി മലയാളിയായ രേണു കെ നായർ ചുമതലയേറ്റു. ദെൻ ഫെഡറൽ ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഹാർഷ് ദുഗർ നിയമിതനായി. ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹെൽത്ത് ഫോർ ഓൾ ഫൗണ്ടേഷൻ ചേർന്ന് സംസ്ഥാനത്തെ മികച്ച ഡോക്ടർക്ക് നൽകുന്ന പുരസ്കാരം ഡോക്ടർ S ഗോമതി, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്, ഡോക്ടർക്ക് സമ്മാനിച്ചു. ദെൻ കോൺകാഫ് നേഷൻസ് ലീഗ് ഫുട്ബോൾ കിരീടം അമേരിക്കയ്ക്ക്. ഫൈനലിൽ കാനഡയാണ് പരാജയപ്പെടുത്തിയത്. രാജ്യത്തിൻ്റെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അഥവാ റോ മേധാവിയായിട്ട് രവി സിൻഹ IPSന് കേന്ദ്ര സർക്കാർ നിയമിച്ചു. അപ്പോൾ റോയുടെ പുതിയ മേധാവി രവി സിൻഹയാണ്. യുവേഫ നേഷൻസ് ലീഗ് കിരീടം സ്പെയിനിന്. ഫൈനലിൽ ക്രൊയേഷ്യയാണ് തോൽപ്പിച്ചത്. ഫോർമുല 1 കനേഡിയൻ ഗ്രാൻഡ് പ്രിയിൽ മാക്സ് വെസ്റ്റപ്പന് കിരീടം. ദെൻ ഫെൻസിംഗ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരമായി ഭവാനി ദേവി. ഒരു വനിതയ്ക്ക് കൂടിയാണ് അല്ലേ? അപ്പോൾ ഫെൻസിംഗ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ഭവാനി ദേവി. ചൈനയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡലാണ് ഭവാനി നേടിയത്. അപ്പോൾ വെങ്കല മെഡലാണ് കിട്ടിയത്. ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ഭവാനി ദേവി. ഫെൻസിംഗ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്. 200 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ പുരുഷ താരമായി പോർച്ചുഗലിൻ്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പോൾ 200 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കുന്ന ആദ്യത്തെ പുരുഷ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ.
ദെൻ പ്രശസ്ത സിനിമാ താരം എം രവീന്ദ്രൻ നായർ അന്തരിച്ചു. സമഗ്ര സംഭാവനയ്ക്കുള്ള 2022 സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പുരസ്കാരം നിരൂപകൻ പ്രൊഫസർ തോമസ് മാത്യുവിന്. IMAയുടെ മികച്ച പൊതുജന സേവനത്തിനുള്ള ദേശീയ അവാർഡ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ കെ വേണുഗോപാലിന് ലഭിച്ചു. കേരള ഒളിമ്പിക് അസോസിയേഷൻ സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം ബാഡ്മിൻ്റൺ താരം HS പ്രണോയിക്കാണ് ലഭിച്ചത്. HS പ്രണോയ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വെറുതെ ഒന്ന് വായിച്ചു വിടുന്നതാണ് കേട്ടോ. നമ്മളൊന്ന് പരിചയപ്പെടുക, ഇങ്ങനെ കുറേ ഫാക്റ്റുകൾ ഉണ്ട് എന്ന് അറിയുക എന്നുള്ളതാണ് പ്രധാനം. ഇതിൽ നിന്നും ചിലത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ പതിയെ മനസ്സിലായി തുടങ്ങും അല്ലേ? നമ്മളിങ്ങനെ വായിക്കുന്ന സമയത്ത് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. ആ ഫീലിംഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിൻ്റെ പ്രധാന ഉദ്ദേശം. അല്ലാതെ ഇതെല്ലാം നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളതല്ല. ഏഷ്യൻ പുരുഷ കബഡി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ കിരീടം നിലനിർത്തി. ഫൈനലിൽ ഇറാനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇവിടെ കുറച്ച് അവാർഡ് കൊടുത്തിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി 2022 വിശിഷ്ടാംഗത്വത്തിന് ഡോക്ടർ MA ബഷീറിനും പ്രഭാകരനും അർഹരായി. കേരള സാഹിത്യ അക്കാദമി 2022 കേട്ടോ. ഇത് 2003 പ്രഖ്യാപിച്ചു, 2022 അതിൽ വിശിഷ്ടാംഗത്വം ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ MA ബഷീറിനും പ്രഭാകരനും. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി, ഡോക്ടർ പള്ളിപ്പുറം മുരളി, ജോൺ സാമുവൽ, KP സുധീര, ഡോക്ടർ രതി സക്സേന, ഡോക്ടർ PK സുകുമാരൻ എന്നിവർക്ക് നൽകും സമഗ്ര സംഭാവനയ്ക്ക്. ഇനി അവാർഡുകൾ: മികച്ച കവിത NG ഉണ്ണികൃഷ്ണൻ, നോവല് V ഷിനിലാൽ, ചെറുകഥ PF മാത്യൂസ്, നാടകം എമിൽ മാധവി, സാഹിത്യ വിമർശനം ശാരദകുട്ടി, ഹാസ്യ സാഹിത്യം ജയൻ കാമിച്ചേരി, വൈജ്ഞാനിക സാഹിത്യം CM മുരളീധരൻ, K സേതുരാമൻ, ജീവചരിത്രം BRP ഭാസ്കർ, യാത്രാവിവരണം C അനൂപ, ഹരിത സാവിത്രി, വിവർത്തനം V രവികുമാർ, ബാലസാഹിത്യം ഡോക്ടർ K ശ്രീകുമാർ. ഓസ്കാർ പുരസ്കാരം നൽകുന്ന അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് അംഗങ്ങളിൽ ഒരാളായിട്ട് മലയാളിയായ PC സനത്ത് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ മലയാളികളുടെ കുറേ നേട്ടങ്ങൾ നമ്മളിവിടെ പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ടത് മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്നുമല്ല. 3 നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള ഓസ്ട്രിയയിലെ വീനൽ സായിത്തുങ് ദിനപത്രം അച്ചടി നിർത്തി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 3 നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള ഓസ്ട്രിയയിലെ ഏത് ദിനപത്രമാണ് നിർത്തലാക്കിയത്? വീനർ സായിത്തുങ് അല്ലെങ്കിൽ വീനർ സായിത്തുങ് ഏത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ദിനപത്രമായിരുന്നു? ഓസ്ട്രിയയിലെ വീനർ സായിത്തുങ്. സ്വിറ്റ്സർലാൻഡിലെ ലൂസൈനിൽ നടന്ന ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് സ്വർണം. അപ്പോൾ പല മത്സരങ്ങളിലും പല ജാവലിൻ ത്രോയിലും നീരജ് ചോപ്രയ്ക്ക് സ്വർണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് കേരള മേധാവി V ശോഭന ചുമതലയേറ്റു. രാജ്യത്ത് ഡിജിറ്റൽ പണം ഇടപാടുകളുടെ കാര്യത്തിൽ വിപ്ലവം സൃഷ്ടിച്ച UPI യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസിൻ്റെ മുഖ്യ ശില്പികളിൽ ഒരാളായ AP ഹോത്ത ഫെഡറൽ ബാങ്ക് ചെയർമാനായിട്ട് നിയമിതനായി. ഇപ്പോൾ UPIൻ്റെ ശില്പികളിൽ ഒരാളായിട്ടുള്ള AP ഹോത്ത ഫെഡറൽ ബാങ്ക് ചെയർമാനായിട്ട് നിയമിതനായി. ദേശീയ സൈബർ സുരക്ഷാ കോർഡിനേറ്ററായിട്ട് മലയാളി ലഫ്റ്റനന്റ് ജനറൽ M ഉണ്ണികൃഷ്ണൻ നായരെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. ദേശീയ സൈബർ സുരക്ഷാ കോർഡിനേറ്റർ. സാഫ് കപ്പ് ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക്. ഫൈനലിൽ കുവൈറ്റിനെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ സാഫ് കപ്പ് ഫുട്ബോൾ പുരസ്കാരം ഇന്ത്യക്കാണ്, ഫുട്ബോൾ കിരീടം ഇന്ത്യക്കാണ് 2023. ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിൽ എത്തുന്ന ആദ്യ മലയാളിയായിട്ട് വയനാട് സ്വദേശി മിന്നുമണി. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റിൽ ഇടം നേടുന്ന ആദ്യ മലയാളി മിന്നുമണി. കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഭാരത് ന്യൂ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാം അഥവാ ഭാരത് NCAP. കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് 5 സ്റ്റാർ 2 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ നൽകാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഭാരത് ന്യൂ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാം. ഭാരത് NCAP ന്യൂ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ ന്യൂ ക്യാപ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെലക്ഷൻ കമ്മിറ്റി അധ്യക്ഷനായി മുൻ താരം അജിത് അഗാക്കർ നിയമിതനായി. അണ്ടർ 21 അമ്പെയ്ത്ത് ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പ്രിയാൻഷിന് കിരീടം. അണ്ടർ 21 അമ്പെയ്ത്ത് ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പ്രിയാൻഷിന് കിരീടം. ഇന്ത്യൻ താരം ലക്ഷ്യ സെന്നിന് കാനഡ ഓപ്പൺ ബാഡ്മിൻ്റൺ കിരീടം. ലക്ഷ്യ സെന്നിന് കേട്ടോ. പ്രൊഫസർ ബെദാവോലു രാമബ്രത്തിന്
രാമബ്രഹ്മത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2021 ഭാഷാ സമ്മാൻ പുരസ്കാരം. ആഷസ് ടെസ്റ്റ് മത്സരം നിയന്ത്രിക്കുന്ന പ്രായം കുറഞ്ഞ ഇന്ത്യൻ അമ്പയർ നിതിൻ മേനോനാണ്. ഈ വർഷത്തെ ആഷസ് പരമ്പരയിലെ 3ാം ടെസ്റ്റിലൂടെയാണ് നിതിൻ മേനോൻ ഈ നേട്ടം കൈവരിച്ചത്. അപ്പോൾ നിതിൻ മേനോനാണ് ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള ഒരു അമ്പയർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് വരാം. രാജ്യത്തെ ഡിജിറ്റൽ പഠന രീതിയിൽ 1ാം സ്ഥാനം പഞ്ചാബിന്. അപ്പോൾ ഡിജിറ്റൽ പഠന രീതിയിൽ 1ാം സ്ഥാനം പഞ്ചാബിന്. കേരളത്തിനാണ് 2ാം സ്ഥാനം. കേരളത്തിന് 2ാം സ്ഥാനമാണ് കേട്ടോ. ഡിജിറ്റൽ പഠന രീതിയിൽ കേരളത്തിന് 2ാം സ്ഥാനവും പഞ്ചാബിന് 1ാം സ്ഥാനവും. എഴുത്തുകാരി ദേവിക നിലയങ്ങോട് അന്തരിച്ചു. കലാമൂല്യമുള്ള നിരവധി ചിത്രങ്ങൾ നിർമ്മിച്ച് മലയാള സിനിമയുടെ പെരുമയുയർത്തിയ നിർമ്മാതാവും വ്യവസായ പ്രമുഖനുമായിട്ടുള്ള കെ രവീന്ദ്രൻ നായർ അന്തരിച്ചു. രേഖാചിത്രങ്ങൾ കൊണ്ട് മലയാളിയുടെ മനസ്സിൽ മായാത്ത രൂപങ്ങൾ തീർത്ത ആർട്ടിസ്റ്റ് നമ്പൂതിരി വാസുദേവൻ നമ്പൂതിരി അന്തരിച്ചു. അടുത്തത് പോരാട്ടങ്ങളുടെ ഓർമ്മകൾ അക്ഷരങ്ങളിലേക്ക് പകർന്ന വിശ്രുത എഴുത്തുകാരൻ മിലാൻ കുന്ദേര അന്തരിച്ചു. അപ്പോൾ വിയോഗങ്ങളാണ് പറഞ്ഞത്. ഖത്തറിലെ മലയാളി സാംസ്കാരിക കൂട്ടായ്മയായ പ്രവാസി ദോഹയുടെ ബഷീർ പുരസ്കാരം എഴുത്തുകാരൻ വൈശാഖന്. അപ്പോൾ ബഷീർ പുരസ്കാരം എഴുത്തുകാരനായിട്ടുള്ള വൈശാഖനാണ് ലഭിച്ചത്. കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷനും റിക്രൂട്ട്മെൻറ്റ്സും ആയിട്ടുള്ള ബോർഡിൻ്റെ ചെയർപേഴ്സണായിട്ട് മുൻ ചീഫ് സെക്രട്ടറി ആയ ഡോക്ടർ VP ജോയ് നിയമിതനായി. അണ്ടർ 19 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം ഇംഗ്ലണ്ടിന്. ഫൈനലിൽ സ്പെയിനിനെയാണ് പരാജയപ്പെടുത്തിയത്. കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ നിയമിച്ചു. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ST ഭട്ടിയ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായ ഒഴിവിലാണ്. അപ്പോൾ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ST ഭട്ടി സുപ്രീം കോടതിയിലേക്ക് പോയി. അപ്പോൾ തൽക്കാലം ആക്ടിംഗ് പ്രസിഡൻ്റായിട്ട് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ നിയമിതനാക്കി. ഇത് നമ്മൾ പഠിക്കേണ്ട, കാരണം പുതിയ ചീഫ് ജസ്റ്റിസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പറയും. സോ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഓർത്ത് വയ്ക്കുക. കറണ്ട് അഫയേഴ്സ് നമുക്ക് കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത് പഠിക്കാം. ആദ്യം ഒന്ന് പരിചയപ്പെടുക. 20 മാർക്കാണ് ആ ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുക. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും വിജയാശംസകൾ.